ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാമനപുരം പാലത്തിന്റെ റിവ്യൂ ആണ്. നമുക്ക് വീഡിയോയിലോട്ട്. ഗൈസ്, ഇത് പണ്ട് എപ്പോഴോ പണിതൊരു പാലമാണ്. ഇത് പഴയ പാലമാണ്. നമുക്ക് അപ്പുറത്ത് പുതിയ പാലം കാണാം. നമുക്ക് ഈ പാലത്തിന്റെ അകത്തോട്ട് കയറി നോക്കാം ഈ പാലം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പഴയ കാലത്തെ എഴുത്തുകളാണ്. എന്തായാലും ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു പോർച്ചുഗീസ് പാലമാണ്. പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയാണ്. നല്ല സ്ട്രോങ് പാലമാണ്. പൊളിഞ്ഞൊന്നും പോകില്ല. എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളാ മറ്റേ ബോൾട്ട് പരിപാടിയല്ല, എന്തോ സ്പോട്ട് അടിച്ച് വെച്ചേക്കുന്നത്, എന്തോ കുഴിച്ച് വെച്ചേക്കുന്ന സാധനമാണ് ഗൈസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് താഴെ നോക്കുമ്പോഴത്തേക്കും പാലത്തിന്റെ അടിഭാഗം കാണാം. കുറച്ചുകൂടെ മധ്യഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം. അതാണ് പുതിയ പാലം. പുതിയ പാലം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പുതിയ ടെക്നിക്കൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷെ ഇതാണെങ്കിൽ ഇരുമ്പ് പാലമാണ്. ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റീലെടുത്തേക്കുന്നത് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്നാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ പാലത്തിൽ തന്നെ കാണാൻ പറ്റും. ഈ പാലത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റീലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എവിടെ ഉണ്ടാക്കിയതാണ്, ഏത് മാനുഫാക്ചറിങ് ആണ്, ഏത് ഇയർ ആണ്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗൈസ്, ഇതാണ് വാമനപുരം പഴയ പാലം. അത് പുതിയ പാലം. ഇപ്പോ മഞ്ഞ അലേർട്ട് ആയതുകൊണ്ട് പാലത്തിന്റെ അടിയിലുള്ള പുഴയെല്ലാം ഒരു കളറിലായി കിടക്കുകയാണ്. നമ്മൾ അത് കാണാനാണ് വന്നത്. മഴ നോക്കിയാണ് വന്നത്. അപ്പൊ മഴയൊന്നും കാണാനില്ല. എന്തായാലും സൂര്യനും ഉണ്ട്, വെയിലും ഉണ്ട്. നല്ല കാലാവസ്ഥയാണ്. ഉടനെ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ നമുക്ക് നാട്ടുകാരെ കാണാൻ സാധിക്കുന്നുണ്ട്. പാലത്തിന്റെ വിള്ളലൊക്കെ വന്നതിന് ശേഷമാണ് ഈ പാലം മാറി അപ്പുറത്ത് പുതിയ പാലം പണിതത്. എന്തായാലും അത് നമുക്ക് നോക്കാം. പൊന്മുടിയിൽ നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത്. നമ്മുടെ മീൻമുട്ടിയിൽ നിന്നൊക്കെയാണ് ഈ വെള്ളം വരുന്നത്. ഇതൊരു ഏകദേശം ഒരു 88 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ഇത്രയും സഞ്ചരിച്ചാണ് വർക്കല നമുക്ക് ബീച്ചിലാണ് ഈ സാധനം പോയി ഒഴുകി എത്തുന്നത്. അതിനെ പറ്റി എല്ലാം അറിയാമോ? പഴയ പാലം. ഇത് ഏത് കാലത്താണ് ഉണ്ടാക്കിയെന്ന് എല്ലാം അറിയാമോ? ബോഡിയാ? ബോർഡ് നാടൻമുറി കിടക്കുന്നില്ല. എന്തായാലും 100 മുമ്പുള്ളതാണ്. ഒരുപാട് നൂറ്റാണ്ടിന് മുന്നേ ഉള്ളതാണ്. ഒരുപാടില്ല, ഒരു 2 നൂറ്റാണ്ടിന് മുന്നേ ഉള്ളതാണ്. ഇരുമ്പ് പാലമാണ്. ഇത് അടുത്ത് താമസിക്കുന്നതാണോ? ഞാൻ ഇവിടെ അടുത്ത്. ഇതിപ്പോ ഉപയോഗിക്കുന്നില്ലല്ലോ? ഇല്ല, ഞാൻ അവിടെയൊക്കെ വിള്ളല് വീണു. വിള്ളല് വീണു, അതുകൊണ്ടാണ് പുതിയ പാലമാണ്. എന്നിട്ട് ഇതിലൂടെ വാഹനങ്ങൾ കയറിയോണ്ടാണ് ഞാൻ തന്നെ ഫെൻസിങ് വെച്ച് അടച്ചത്. മൊത്തം കാട് പിടിച്ചിപ്പോ നേരത്തെ പറഞ്ഞ പോലെ, അമ്മാവൻ പറഞ്ഞ പോലെ ഇത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൈൻ ബോർഡാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ചീഫ് എഞ്ചിനീയറിന്റെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഈ സാധനം പണിതതിനു ശേഷം റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് വാമനപുരം ആറിലേക്കാണ്. ആറിലേക്ക് പോകാനുള്ള ഒരു കടവിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം. പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, അപകട സാധ്യത മേഖലയെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം അപകട സാധ്യതയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും ഈ കടവ് നിർമ്മിച്ചേക്കുന്നത് മറ്റേ VK മുരളി MLA അല്ലേ, പുള്ളിയുടെ ഒരു അസ്ഥി വികസന ഫണ്ടിൽ നിന്നാണ്. 2016-17 പ്രോജക്റ്റ് ആയിരുന്നു. ആഗസ്റ്റ് 18 ഈ കടവ് നിർമ്മിച്ചേക്കുന്നത്. ഏകദേശം ഒരു 12 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ കടവാണ് നമ്മൾ ഈ കാണുന്നത്. ഗൈസ്, നമ്മൾ ന്യൂസ് ചാനലിൽ കാണും പോലെ തന്നെയാണ് ഇവിടെ നല്ല അപകട സാധ്യത മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ അപകടം പതിയിരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അതേ കണക്ക് വീണ്ടും കയറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യണം. ഇവിടെ വരുന്നത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കാതെ, മീൻ പിടിക്കാനൊന്നും വന്ന് ഇറങ്ങാതെ സുരക്ഷിതമായിട്ട് വീട്ടിൽ ഇരിക്കേണ്ടതാണ്. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക.